ഇറാന്റെ ഷാഹിദ് ഡ്രോൺ ആധുനിക യുദ്ധങ്ങളുടെ നിയമങ്ങൾ എങ്ങനെ മാറ്റിമറിച്ചു? ആധുനിക യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിമറിച്ച ഏറ്റവും സ്വാധീനമുള്ള ആയുധങ്ങളിലൊന്നായി ഇറാന്റെ ഷാഹിദ് 136 ഡ്രോണിനെ അമേരിക്കൻ വാരികയായ ന്യൂസ് വീക്ക് വിശേഷിപ്പിക്കുന്നു. കുറഞ്ഞ നിർമ്മാണ ചെലവും അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ക്ഷീണിപ്പിക്കാനുള്ള കഴിവും ഒരുമിച്ച് കൂടിയതാണ് ഈ ഡ്രോണിനെ യുദ്ധഭൂമിയിൽ അതിവിപുലമായ സ്വാധീനം ചെലുത്തുന്ന ആയുധമാക്കി മാറ്റിയതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ ഫലമായി റഷ്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള പ്രധാന സൈനിക ശക്തികൾ പോലും തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരായി. പത്രപ്രവർത്തകൻ ടോം ഒക്കോണർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഷാഹിദ് 136 ഒരു ലോയിറ്ററിംഗ് മ്യൂണിഷൻ അഥവാ ആത്മഹത്യാ ഡ്രോൺ എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. കൂടുതൽ സാങ്കേതികമായി വികസിച്ച എതിരാളികളെ നേരിടുമ്പോൾ സ്വന്തം വ്യോമസേനയുടെ പരിമിതികൾ നികത്തുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ പതിറ്റാണ്ടുകളായി നടത്തിയ സൈനിക ഗവേഷണങ്ങളുടെയും വികസനത്തിന്റെയും ഫലമായാണ് ഈ ഡ്രോൺ രൂപം കൊണ്ടതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഷാഹിദ് 136 ഡ്രോണിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം 20,000 മുതൽ 50,000 അമേരിക്കൻ ഡോളർ വരെയാണ്. ചില സാഹചര്യങ്ങളിൽ ഈ ചെലവ് $7,000 വരെ താഴ്ന്നേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇതിനെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇന്റർസെപ്റ്റർ മിസൈലിന്റെ വില ദശലക്ഷക്കണക്കിന് ഡോളറുകൾ വരെയാകാം. ന്യൂസ് വീക്കിനോട് സംസാരിച്ച സൈനിക ഗവേഷകനായ അക്രം ഖരീഫ് പറയുന്നതനുസരിച്ച് ഷാഹിദിന്റെ വിജയത്തിന്റെ രഹസ്യം അതിന്റെ സാങ്കേതിക സങ്കീർണതയിലല്ല, മറിച്ച് അതിന്റെ ലാളിത്യത്തിലും വൻതോതിൽ നിർമ്മിക്കാൻ കഴിയുന്ന ശേഷിയിലുമാണ്. അതിലൂടെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച വലിയ തോതിലുള്ള ഡ്രോണുകളെ കൂട്ടമായി വിന്യസിച്ച് ശത്രുവിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ അമിത സമ്മർദ്ദത്തിലാക്കാനും അവയെ പ്രതിരോധിക്കാൻ എതിരാളിയെ അത്യന്തം വില കൂടിയ മിസൈലുകൾ ഉപയോഗിക്കാൻ നിർബന്ധിതനാക്കാനും സാധിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ആയുധം ഇറാനും റഷ്യയ്ക്കും അവരുടെ എതിരാളികളുടെ മേൽ സൈനികമായും സാമ്പത്തികമായും അസന്തുലിതമായ ചെലവ് അടിച്ചേൽപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം സാധാരണ ജനങ്ങളിൽ മാനസിക സമ്മർദ്ദവും ഭീതിയും സൃഷ്ടിക്കുന്നതിലും ഈ ഡ്രോൺ വലിയ സ്വാധീനം ചെലുത്തുന്നതായും അദ്ദേഹം വിലയിരുത്തുന്നു. പദ്ധതിയുടെ വേരുകൾ. ഈ പദ്ധതിയുടെ ഉത്ഭവത്തെക്കുറിച്ചും റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുന്നു. ഷാഹിദ് ഡ്രോണിന്റെ ആശയം ശീതയുദ്ധകാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ വികസിപ്പിച്ച പദ്ധതികളിലേക്കാണ് തിരിച്ചു പോകുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായത് ജർമ്മനി വികസിപ്പിച്ച DAR എന്ന പദ്ധതിയായിരുന്നു. തുടർന്ന് ഇസ്രായേൽ ഹാർപി എന്ന ഡ്രോൺ വികസിപ്പിച്ചു. മാഗസിനോട് സംസാരിച്ച വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇറാൻ പിന്നീട് ഈ ആശയം പുനർരൂപകൽപ്പന ചെയ്തു. റഡാർ വിരുദ്ധ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾക്ക് പകരം ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി. അതോടൊപ്പം ഡ്രോണിന്റെ വലിപ്പവും പ്രവർത്തന പരിധിയും വർദ്ധിപ്പിച്ചു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഷാഹിദ് 136 നിലവിൽ വന്നതെന്ന് അവർ പറയുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ ഡ്രോൺ പദ്ധതിയുടെ വളർച്ച സാങ്കേതിക മികവിന്റെ ഫലമാത്രമായിരുന്നില്ല, മറിച്ച് അന്താരാഷ്ട്ര ഉപരോധങ്ങളും 1980കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധവും സൃഷ്ടിച്ച സാഹചര്യങ്ങളോടുള്ള പ്രതികരണമായിരുന്നു അത്. ഈ സാഹചര്യങ്ങൾ വിപണിയിൽ എളുപ്പത്തിൽ ലഭ്യമായ വാണിജ്യ ഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന പ്രാദേശിക ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും വികസിപ്പിക്കുന്നതിലേക്ക് ഇറാനെ നയിച്ചു. അതോടൊപ്പം ഉപരോധങ്ങൾ എളുപ്പത്തിൽ ബാധിക്കാത്ത ഉൽപാദന ശൃംഖലകളും രാജ്യം വികസിപ്പിച്ചെടുത്തതായി റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് വീക്ക് ഗവേഷകനായ സ്റ്റീഫൻ ഫീൽസ്റ്റൈനെ ഉദ്ധരിച്ച് പറയുന്നതിങ്ങനെ: ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് കൈവശമുണ്ടായിരുന്ന അമേരിക്കൻ സൈനിക സംവിധാനങ്ങളുടെ പരിപാലന ശേഷി ഇറാനിന് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കുറഞ്ഞ ചെലവിലുള്ള ബദൽ മാർഗങ്ങൾ തേടാൻ രാജ്യം നിർബന്ധിതമായി. അതിന്റെ ഫലമായി ക്രമാനുഗതമായ നവീകരണവും ആഭ്യന്തര ഉൽപാദനവും അടിസ്ഥാനമാക്കിയ ഒരു നയം ഇറാൻ സ്വീകരിച്ചു. പിന്നീട് ഈ തന്ത്രമാണ് വിവിധ ഡ്രോണുകളുടെ വികസനത്തിലേക്കും അവസാനം ഷാഹിദ് 136 എന്ന ഡ്രോണിന്റെ രൂപീകരണത്തിലേക്കും നയിച്ചതെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. നിർണായക വഴിത്തിരിവ്. റിപ്പോർട്ട് വിലയിരുത്തുന്നതനുസരിച്ച് ഉക്രൈൻ യുദ്ധമാണ് ഷാഹിദ് ഡ്രോണിന്റെ ആഗോള പ്രശസ്തിക്ക് ഏറ്റവും വലിയ വഴിത്തിരിവായത്. റഷ്യ ഇതിന്റെ സ്വന്തം പതിപ്പായ ഗിറാൻ വലിയ തോതിൽ ഉക്രൈൻ ലക്ഷ്യങ്ങൾക്കെതിരെ വിന്യസിച്ചു. അതേസമയം ഇറാൻ പുതിയ മാതൃകകൾ വികസിപ്പിക്കുന്നത് തുടർന്നു. ഇസ്രായേലുമായുണ്ടായ ഏറ്റുമുട്ടലുകളിലും അതുപോലെ ഇറാനെതിരായ അമേരിക്ക-ഇസ്രായേൽ യുദ്ധകാലത്തും ഈ ഡ്രോണുകൾ വിന്യസിക്കപ്പെട്ടുവെന്നും അത് ഈ സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമത വീണ്ടും തെളിയിച്ചതായും റിപ്പോർട്ട് പറയുന്നു. മാഗസിൻ ചൂണ്ടിക്കാട്ടുന്നത് ഷാഹിദിന്റെ ലളിതമായ രൂപകൽപ്പനയാണ് അതിന്റെ മറ്റൊരു പ്രധാന ശക്തി. ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാലും അതിന്റെ ഉൽപാദനം തടസ്സപ്പെടുത്തുക വളരെ പ്രയാസകരമാണ്. കാരണം സാധാരണ വിപണിയിൽ ലഭ്യമായ സിവിലിയൻ ഘടകങ്ങളും വളരെ സൗകര്യപ്രദമായ വിതരണ ശൃംഖലകളും ആശ്രയിച്ചാണ് ഇതിന്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാന് ഇതിന്റെ നിർമ്മാണം തുടരാൻ കഴിഞ്ഞുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ ഡ്രോണിന്റെ കാര്യക്ഷമത മറ്റ് രാജ്യങ്ങളെയും സമാന മാതൃകകൾ വികസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഉൽപാദന ലൈസൻസ് നേടാനോ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഇത് കുറഞ്ഞ ചെലവിൽ വലിയ പ്രഭാവം സൃഷ്ടിക്കുന്ന ആയുധം എന്ന ആശയം 21ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളുടെ പ്രധാന സവിശേഷതകളിലൊന്നായി മാറിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു. അതേസമയം ഷാഹിദിന്റെ മേൽക്കൈ എന്നേക്കുമായി തുടരുമെന്ന് കരുതാനാവില്ലെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇലക്ട്രോണിക് യുദ്ധ സാങ്കേതിക വിദ്യകളുടെയും ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും വേഗത്തിലുള്ള പുരോഗതി
ഭാവിയിൽ ഈ ഡ്രോണിന്റെ കാര്യക്ഷമത കുറയ്ക്കാനിടയാക്കും. ആധുനിക യുദ്ധഭൂമികളിൽ ആക്രമണ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും തമ്മിലുള്ള നിരന്തരമായ മത്സരത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നും റിപ്പോർട്ട് സമാപിക്കുന്നു.